പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയത്തെ ആസ്പദമാക്കിയിട്ട് രണ്ട് കാര്യങ്ങളാണ് നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നത്. ഒന്ന്, സോഷ്യൽ ചേഞ്ച് എന്താണ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് സോഷ്യൽ ചേഞ്ച്. അതിനുശേഷം രണ്ടാമത്തെ വീഡിയോയിൽ വേരിയസ് തിയറീസ് റിലേറ്റഡ് ടു സോഷ്യൽ ചേഞ്ച്. ഇത്രയാണ് നമ്മൾ ഇന്നത്തെ രണ്ട് വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതിൽ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന വിഷയം. അപ്പോൾ ആദ്യം നമുക്കറിയാം, സോഷ്യോളജിയിലെ സോഷ്യൽ ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് നമ്മുടെ സോഷ്യൽ റിലേഷൻസിൽ, നമ്മൾ ബന്ധപ്പെടുന്ന ആളുകളിൽ, നമ്മുടെ വാല്യൂസിൽ, നമ്മുടെ സോഷ്യൽ സ്ട്രക്ചറിൽ, നമ്മുടെ സ്ട്രാറ്റിഫിക്കേഷൻസിൽ, സബ്സിസ്റ്റംസിൽ, ഇതിലൊക്കെ വരുന്ന മാറ്റത്തെയാണ് നമ്മൾ പറയുക സോഷ്യൽ ചേഞ്ച് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് നമ്മുടെ ഹ്യൂമൻ ഇൻട്രാക്ഷൻസിൽ, നമ്മുടെ ഇൻ്റർ റിലേഷൻസിൽ, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പെരുമാറ്റ രീതികളിൽ ഒക്കെ വരുന്ന മാറ്റത്തെയാണ് ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ ചേഞ്ച് എന്ന് പറയാം. ഇവിടെ ഇത് ഞാൻ കടമെടുത്ത സ്ലൈഡാണ്. സോ ഇറ്റ് ഈസ് ബേസിക്കലി social change is in sociology is a concept that related to change in the established pattern of social relations, or change in the values, or change in the social structure, or change in the social subsystem operating in the society. That is social change. നമുക്കറിയാം, അഗസ്റ്റ് കോംപ്റ്റയുടെ തിയറിയിലൊക്കെ നമ്മൾ പറഞ്ഞതാണ് സോഷ്യൽ സ്റ്റാറ്റിക്സും സോഷ്യൽ ഡൈനാമിക്സും തമ്മിലുള്ളൊരു എങ്ങനെയാണ് ചേഞ്ച് സംഭവിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞതാണ്. ദാറ്റ് മീൻസ് നമ്മളുടെ മോറിസ് ഗിൻസ്ബർഗിന്റെ അഭിപ്രായത്തിൽ ഈ സ്ലൈഡിൽ പറയുന്നത് പോലെ തന്നെ സോഷ്യൽ ചേഞ്ച് ഈസ് എ ചേഞ്ച് ഇൻ ദ സോഷ്യൽ സ്ട്രക്ചർ. അതായത് സൊസൈറ്റിയുടെ സ്ട്രക്ചറിൽ വരുന്ന മാറ്റത്തെയാണ് നമ്മൾ പറയുക സോഷ്യൽ ചേഞ്ച് എന്ന് പറയാന്നാണ് പറയുന്നത്. ഒരുപാട് ഡെഫിനിഷൻസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട്, സോഷ്യൽ ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. സോഷ്യൽ ചേഞ്ച് മേ ബി ഡിഫൈൻഡ് ആസ് എ പ്രോസസ് വിച്ച് ഈസ് discernible. That means there is some alteration of the structure and functioning of particular social system. ഒരു തരത്തിൽ ഒരു നിലനിന്ന് പോരുന്ന ഒരു സോഷ്യൽ സിസ്റ്റത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നു. ചേഞ്ച് ഇൻ ദ സോഷ്യൽ സിസ്റ്റം. ദാറ്റ് മീൻസ് നമ്മളെ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾട്ടറേഷൻസ് സംഭവിക്കുകയാണ്. ഓൾട്ടറേഷൻസ് ഇൻ ദ സെൻസ് അവിടെ സാധാരണഗതിയിൽ മനുഷ്യരാൽ സംഭവിക്കപ്പെടുന്ന മാറ്റങ്ങളായിരിക്കാം. there is some modifications. അവിടെ അങ്ങനെ ഒരു മാറ്റം ഉണ്ടാവാം. സോഷ്യൽ പ്രോസസ്സുകളിലും സോഷ്യൽ പാറ്റേൺസിലും സോഷ്യൽ ഇൻട്രാക്ഷനിലൊക്കെ ഉണ്ടായിട്ടുള്ള മാറ്റം എന്നാണ്. ദാറ്റ് മീൻസ് നമ്മളുടെ സമൂഹത്തിന്റെ ബിഹേവിയർ അപ്പാടെ മാറുന്നു എന്നുള്ളതാണ്. ദാറ്റ് മീൻസ് മൈനർ ചേഞ്ച് അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു മേജർ സോഷ്യൽ വാല്യൂസ് അല്ലെങ്കിൽ മേജർ ചേഞ്ച് ഇൻ ദ സോഷ്യൽ വാല്യൂസ്, സോഷ്യൽ സിസ്റ്റം എന്നൊക്കെയാണ് അതിനെ പറയാനായിട്ട് കഴിയുക. ഞാനിത് മലയാളത്തിൽ സംസാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് മലയാളം ഭാഷ നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തൊരു 3-4 ഡെഫിനിഷൻസ് ഉണ്ട്. ദർ ആർ 3 ഡെഫിനിഷൻസ് റിഗാർഡിംഗ് ദ സോഷ്യൽ ചേഞ്ച്. ആൻഡ് സോഷ്യൽ ചേഞ്ച് റെഫേഴ്സ് ടു any modifications in the established patterns of inter-human relationship and standard of conduct. That means അവിടെ ആളുകളെ സംബന്ധിക്കുന്ന ആളുകളുടെ റിലേഷൻഷിപ്പിൽ മോഡിഫിക്കേഷൻസ് സംഭവിക്കുകയാണ്. ദാറ്റ് ഈസ് സോഷ്യൽ ചേഞ്ച് റിഫേഴ്സ് ടു എനി മോഡിഫിക്കേഷൻസ് ഇൻ ദ എസ്റ്റാബ്ലിഷ്ഡ് പാറ്റേൺസ് ഓഫ് ഇന്റർ-ഹ്യൂമൻ റിലേഷൻഷിപ്പ് ആൻഡ് സ്റ്റാൻഡേർഡ് ഓഫ് കണ്ടക്ട്. ഇനി രണ്ടാമത്തെ ഡെഫിനിഷൻ മോറിസ് ഗിൻസ്ബർഗ് എന്ന് പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞു, സോഷ്യൽ ചേഞ്ച് എന്നതുകൊണ്ട് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ചേഞ്ച് ഇൻ ദ സോഷ്യൽ സ്ട്രക്ചർ, ദാറ്റ് മീൻസ് സൈസ്, കമ്പോസിഷൻ, ബാലൻസ് ഓഫ് ഇറ്റ്സ് പാർട്ട്, ടൈപ്സ് ഓഫ് ഇറ്റ്സ് ഓർഗനൈസേഷൻ. ഒരു സ്ട്രക്ചർ ഉണ്ട്, ആ സ്ട്രക്ചറിൽ വരുന്ന മാറ്റത്തെയാണ് സോഷ്യൽ ചേഞ്ച് എന്നാണ് പറയുന്നത്. സോഷ്യൽ സ്ട്രക്ചർ പെർസ്പെക്റ്റീവ് ഒക്കെ നമ്മൾ പറഞ്ഞതാണ്, ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവും സ്ട്രക്ചറൽ പെർസ്പെക്റ്റീവും ഒക്കെ നമ്മൾ പറഞ്ഞതാണ്. ദാറ്റ് ഈസ് അതിലുണ്ടാവുന്ന മാറ്റങ്ങളെയാണ് നമ്മൾ സോഷ്യൽ ചേഞ്ചിൽ ഉൾപ്പെടുത്താനായിട്ട് സാധിക്കുക എന്നാണ് മോറിസ് ഗിൻസ്ബർഗ് പറയുന്നത്. There is another definition given by Gillin and Gillin. Social changes are variations from the accepted mode of life. That means നമ്മൾ ഇപ്പം നിലനിൽക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് എന്തെങ്കിലും വേരിയേഷൻസ് സംഭവിക്കുകയാണ്. And there is some alteration in geographical condition, cultural environment, that is equipment, cultural equipment, composition of the population, or there is difference. There may be difference in ideologies. There is a diffusion of ideologies or new inventions within the group. Invention or
ഐഡിയോളജീസ് വിത്തിൻ ദ ഗ്രൂപ്പ്. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ഐഡിയോളജിക്കൽ വാല്യൂസിലടക്കം വരുന്ന ചേഞ്ച് സോഷ്യൽ ചേഞ്ച് എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടുത്താവുന്ന ഒന്ന് തന്നെയാണെന്നാണ് ഗില്ലിൻ ആൻഡ് ഗില്ലിൻ പറഞ്ഞിരിക്കുന്നത്. ആൻഡ് വി മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. നമുക്കറിയാം സോഷ്യൽ ചേഞ്ച് എന്ന് പറയുന്നത് ഒരു അങ്ങനത്തെ ഒരു ചേഞ്ച് സ്വാഭാവികമായിട്ടും സോഷ്യൽ ഗ്രൂപ്പിലും സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും സോഷ്യൽ റിലേഷൻസിലൊക്കെ കൊണ്ടുവരിക എന്നുള്ളതാണ്. ദാറ്റ് മീൻസ് അതാണ് സോഷ്യൽ ചേഞ്ച് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. And social change can originate from either within the society or from outside the society. That means social change ന് പലതരത്തിലുള്ള സോഴ്സസ് ഓഫ് സോഷ്യൽ ചേഞ്ച് ഉണ്ട്. ഒന്ന് ഇന്ത്യയുടെ സോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെസിഫിക് സൊസൈറ്റി. ഇപ്പൊ ഇന്ത്യയിൽ നടക്കുന്ന മാറ്റങ്ങൾ ഇന്ത്യയിലെ ജനങ്ങളെ ബാധിക്കുന്നു, ജനങ്ങളുടെ ഇന്ററാക്ഷൻസിനെ ബാധിക്കുന്നു. ദാറ്റ് മീൻസ് നമ്മളുടെ സോഷ്യൽ സ്ട്രക്ചറിലും നമ്മുടെ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും നമ്മൾ തന്നെ മാറ്റങ്ങൾ സംഭവിപ്പിക്കുമ്പോൾ അവിടെ അത് ഇന്റേണൽ സോഴ്സസ് ഓഫ് സോഷ്യൽ ചേഞ്ച് ആണ്. ആൻഡ് എക്സ്റ്റേണൽ സോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് നമ്മളുടെ ഒരു സൊസൈറ്റിക്ക് പുറത്തു നിന്ന് വരുന്ന മാറ്റം നമ്മുടെ സൊസൈറ്റിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. അതായത് പുറത്തു നിന്നുള്ള ഒരു സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ഒരു കാര്യം അത് നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിലോ സ്ട്രക്ചറിലോ മാറ്റങ്ങൾ കൊണ്ടുവരാണ്. that is external, something external from our society. അപ്പൊ അങ്ങനത്തെ ഒരു രണ്ട് സോഴ്സസ് ആണ് പ്രധാനമായിട്ടും പറയാനായിട്ട് കഴിയുന്നത്. ഇനി എന്തൊക്കെയാണ് സോഷ്യൽ ചേഞ്ചിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് നമുക്ക് സംസാരിക്കാം. അത് ഒന്ന് പ്രധാനമായിട്ടൊരു 10 പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറയുന്നത് സോഷ്യൽ ചേഞ്ചിന്റെ. ചേഞ്ച് ഈസ് സോഷ്യൽ. നമുക്കറിയാം ഓരോന്ന് പറയുമ്പോൾ സോഷ്യൽ ചേഞ്ച് മീൻസ് ചേഞ്ച് ഇൻ ദ സിസ്റ്റം ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്പ്. അവിടെ സാധാരണഗതിയിൽ നമ്മുടെ സോഷ്യൽ ഇന്ററാക്ഷൻസിലും സോഷ്യൽ ഓർഗനൈസേഷൻസിലും സോഷ്യൽ പ്രോസസ്സിലും ഉണ്ടാവുന്ന മാറ്റം, വേരിയേഷൻസ്, സോഷ്യൽ ഇന്ററാക്ഷൻസിൽ വരുന്ന സോഷ്യൽ ഓർഗനൈസേഷനിൽ വരുന്ന ചേഞ്ചസ്. ദാറ്റ് മീൻസ് സൊസൈറ്റി ഈസ് ലൈക്ക് ആൻ ഓർഗനൈസേഷൻ. ദാറ്റ് മീൻസ് ഒരു ഓർഗനൈസേഷൻ ഒരിക്കലും മരിക്കില്ല. പുതിയ സിവിലൈസേഷൻ അവിടെ ഉണ്ടാവുന്നു, സൊസൈറ്റി പുതിയ സിവിലൈസേഷൻ ഉണ്ടാവുന്നു, ഓൾഡ് സൊസൈറ്റി റീപ്ലേസ് ചെയ്യുന്നു, പുതിയ കാര്യങ്ങൾ വരുന്നു, ചില ലെവൽസ് റീറ്റെയിൻ ചെയ്യുന്നു, പല കാര്യങ്ങൾ റീറ്റെയിൻ ചെയ്തുകൊണ്ട് നടക്കുന്നു. സോ സോഷ്യൽ ചേഞ്ച് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ചേഞ്ചിൽ നിന്ന് വ്യത്യാസം ഫാർ ബെറ്റർ ആണ്. അപ്പോൾ അതിന്റെ കോൺസിക്വൻസസും കോസസും സോഷ്യൽ ഇൻ നേച്ചർ ആയിരിക്കും. പ്രധാനമായിട്ടും പറയുന്നത് ചേഞ്ച് ഈസ് സോഷ്യൽ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് പറയാൻ കഴിയുന്നതാണ്. ആൻഡ് ഇറ്റ് ഈസ് യൂണിവേഴ്സൽ. ദാറ്റ് മീൻസ് എല്ലായിടത്തും നമുക്ക് കാണാം, എല്ലാ സൊസൈറ്റിയിലും നമുക്ക് കാണാം. അതായത് സ്റ്റാറ്റിക് ആയിട്ട് നിൽക്കുന്ന ഒരു സൊസൈറ്റിയും നമുക്ക് കാണാനായിട്ട് കഴിയില്ല. that may be primitive or modern, rural or urban, simple or complex, agrarian or industrial. That means ഒരു തരത്തിലും സ്റ്റാഗ്നന്റ് ആയിട്ട് സ്റ്റാറ്റിക് ആയിട്ട് നിൽക്കുന്ന ഒരു സൊസൈറ്റിനെ നമുക്ക് കാണാനായിട്ട് കഴിയില്ല. ഇറ്റ് ഈസ് കോൺസ്റ്റന്റ്ലി അണ്ടർഗോയിങ് സം ചേഞ്ചസ്. ഇറ്റ് ഈസ് വർക്കിംഗ് ഓൺ ചേഞ്ചസ്. ദാറ്റ് മീൻസ് ഒരു ചേഞ്ചിലുള്ള മാറ്റം ഡിഗ്രിയിലൊക്കെ വ്യത്യാസങ്ങൾ സംഭവിക്കാം. That means every society keeps in a dynamic nature. That means continuous change occurred in the society. അതായത് ഒരു ചേഞ്ച് ഇല്ലാത്ത സൊസൈറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അൺറിയൽ എന്നാണ് നമുക്ക് പറയാനായിട്ട് കഴിയുക. ആൻഡ് തേർഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോഷ്യൽ ചേഞ്ച് ഈസ് കണ്ടിന്യൂസ്. ഇറ്റ് ഈസ് കണ്ടിന്യൂസ്. ദാറ്റ് മീൻസ് സോഷ്യൽ ചേഞ്ച് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ് ബട്ട് നോട്ട് ആൻ ഇന്റർമിനന്റ് പ്രോസസ്. ദാറ്റ് മീൻസ് അത് ഒരു തരത്തിലും ഒരു സ്ഥലത്ത് നിൽക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്, എവിടെയും നിൽക്കുന്നില്ല. ദാറ്റ് മീൻസ് അവിടെ അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ബ്രേക്കും ഇല്ലാതെ സൊസൈറ്റിയിൽ ഒരുപാട് മാറ്റങ്ങൾ നമ്മളറിയാതെ തന്നെ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന കൾച്ചറൽ ക്യാരക്ടേഴ്സ്, മെറ്റീരിയൽ കൾച്ചർ, നമ്മളുടെ നോൺ മെറ്റീരിയൽ കൾച്ചറിലൊക്കെ നമ്മൾ അറിയാതെ തന്നെ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ അതിന്റെ റേറ്റും ഫോമൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിൽ തന്നെയും ഇറ്റ് ഈസ് കണ്ടിന്യൂസ്. എവിടെയും എപ്പോഴും എല്ലായ്പ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇനി ഇന്നെവിറ്റബിൾ ആണ്. ചേഞ്ച് എന്ന് പറയുന്നത് അവിടെ നടക്കേണ്ടത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. ദാറ്റ് മീൻസ് നമ്മൾ ആഗ്രഹിക്കുന്നതാണ് ചേഞ്ച്. അവിടെ മനുഷ്യരാകുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കും. കുറെ ആളുകൾ ആ ചേഞ്ചിനെ ആക്സെപ്റ്റ് ചെയ്യും, കുറെ ആളുകൾ ഓപ്പോസ് ചെയ്യും. ദാറ്റ് മീൻസ് നമ്മുടെ ഹ്യൂമൻ വാണ്ട്സ് എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണെന്ന് നമുക്കറിയാം. അപ്പൊ സ്വാഭാവികമായിട്ട് അൺലിമിറ്റഡ് വാണ്ട്സിനനുസരിച്ച് നമ്മുടെ സോഷ്യൽ സ്ട്രക്ചറിലും സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും മറ്റും മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളതാണ്. ദാറ്റ് മീൻസ് അത് ഇന്നെവിറ്റബിൾ ആണ് എന്നുള്ളതാണ് പറയുന്നത്. ചേഞ്ച് ഈസ് ഇന്നെവിറ്റബിൾ. ഇനി ടെമ്പറലാണ്. ദാറ്റ് മീൻസ് ചേഞ്ച് ഇൻ എനിത്തിങ് ഓർ എനി ഒബ്ജക്ട് ഓർ എൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ടേക്സ് പ്ലേസ് ത്രൂ ടൈം.
ഒരുപാട് സമയം എടുത്തിട്ട്, ഒരു സമയത്തിനനുസരിച്ചിട്ടാണ്, സമയം എടുത്തിട്ടാണ് ഒരു മാറ്റം സൊസൈറ്റിയിൽ ഉണ്ടാവുന്നത്. ദാറ്റ് മീൻസ് ഇമ്മീഡിയറ്റ് മാറ്റം ഇമ്മീഡിയറ്റ് റിസൾട്ട് ചിലപ്പോൾ സൊസൈറ്റിയിൽ ഉണ്ടാക്കാം. പക്ഷെ ഒരു മാറ്റം കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ റിസൾട്ട് വരാൻ ചിലപ്പോൾ കാലങ്ങൾ എടുക്കാം. അപ്പൊ അത് ടെമ്പറലാണ്. ദാറ്റ് മീൻസ് ചില സോഷ്യൽ ചേഞ്ച് റാപ്പിഡ്ലി എന്താ പറയുക സ്പ്രെഡ് ആവും, ചിലത് റാപ്പിഡ്ലി ഡിസപ്പിയർ ആവും നമുക്ക് കാണാം. ഫോർ എക്സാമ്പിൾ ഫാഷൻ, സ്റ്റൈല്, മൂവ്മെന്റ്സ്, ഡിഫറെന്റ് കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്, അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു കാറ്റഗറിയിൽ പെടുന്ന ഒന്നാണ്. ദാറ്റ് ഈസ് ചേഞ്ച് ഈസ് ടെമ്പറൽ. ആൻഡ് ഇവിടെ ആറാമത്തെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഡിഗ്രി ഓർ റേറ്റ് ഓഫ് ചേഞ്ച് ഈസ് നോട്ട് യൂണിഫോം. ഒരുപോലെ ആയിരിക്കില്ല ചേഞ്ചസ് എല്ലായിടത്തും നമുക്ക് കാണാം. അതിന്റെ ഡിഗ്രിയും റേറ്റും എന്ന് പറയുന്നത്, ഡിഗ്രിയും അതിന്റെ സ്പീഡ് എന്ന് പറയുന്നത് ഒരുപോലെ ആയിരിക്കണം എന്നില്ല. ഇറ്റ് വേരീസ് ഫ്രം സൊസൈറ്റി ടു സൊസൈറ്റി ആൻഡ് ഈവൻ ഇൻ ദ സെയിം സൊസൈറ്റി ഫ്രം ടൈം ടു ടൈം. Sometimes the degree of change is high, sometimes low, depending upon the nature of the society, like open, closed, rural, urban, traditional and modern. For example, in the rural social structure, the rate of change is lower because the rate of change is not governed by any universal law, whereas it is quick in the urban society. That means change എന്ന് പറയുന്നത് കാലവും ദേശവും അതനുസരിച്ചിട്ട് മാറും. അതിന്റെ റേറ്റ് എന്ന് പറയുന്നത് വ്യത്യാസപ്പെട്ടിരിക്കുന്നതാണ് പറയുന്നത്. സോഷ്യൽ ചേഞ്ച് മേ ബി പ്ലാൻഡ് ഓർ അൺപ്ലാൻഡ്. ചില ചേഞ്ചസ് പ്ലാൻഡ് ആയിട്ട് കൊണ്ടുവരും. ഇപ്പോൾ റഷ്യയും യുക്രൈനും തമ്മിൽ നടക്കുന്ന യുദ്ധം സ്വാഭാവികമായിട്ടും പ്ലാൻഡ് വാറ് മുഖേനയാണ് അവിടുത്തെ കുറെ മാറ്റങ്ങൾ സംഭവിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ സംഭവിച്ചിട്ടുള്ള ഇപ്പോൾ ഡിമോണിറ്റൈസേഷൻ വന്നു, സ്വാഭാവികമായിട്ട് എക്കണോമിക്കലായിട്ടുള്ള കുറെ ഇഷ്യൂസ് അവിടെ സംഭവിക്കുന്നുണ്ടാവും. അതിനനുസരിച്ച് അവിടെ പ്ലാനിങ് വന്നു. ഇനി ഡിജിറ്റൽ മോണിറ്റൈസേഷൻ, ദാറ്റ് മീൻസ് അത് കൊണ്ടുവരുന്നു. സ്വാഭാവികമായിട്ടും ഡിജിറ്റൽ മണി എന്ന് പറയുന്ന സംഭവത്തെ കുറേയും കൂടി ഇത് വരുന്നു. ഇനി ഇപ്പോ വരുന്നത് സാമ്പത്തിക രംഗത്ത് വന്നിട്ടുള്ള കുറെ ക്രിപ്റ്റോ കറൻസി പോലെയുള്ള കറൻസികൾ, ഇതൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ അത് പ്ലാൻഡ് ആയിട്ടാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നത്. ഇനി അത് കൂടാതെ അൺപ്ലാൻഡ് ആയിട്ടുള്ള ആക്സിഡന്റൽ ആയിട്ടുള്ള സഡൻ ഡിസിഷൻ അല്ലെങ്കിൽ സഡൻ ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. നാച്ചുറൽ കലാമിറ്റീസ് പോലെയുള്ള ഫ്ലഡ്, ഡ്രോട്ട്, ഇപ്പൊ COVID-19, ഇതൊക്കെ ബേസ് ചെയ്തിട്ട് അത് അൺപ്ലാൻഡ് ആയിട്ട് വന്നിട്ടുള്ള സോഷ്യൽ ചേഞ്ച് ആണ്. അപ്പൊ അങ്ങനെ ഇപ്പൊ നമ്മുടെ നാട്ടില് ICDS എന്ന് പറഞ്ഞ പ്രോജക്റ്റ് വരുന്നു. സ്വാഭാവികമായിട്ടും നമുക്കത് പ്ലാൻഡ് ആണ്. ഇത്ര വർഷം കഴിയുമ്പോൾ 1975 74-75 കാലഘട്ടത്തിൽ സ്റ്റാർട്ട് ചെയ്ത പ്രോജക്റ്റ് ഇപ്പോ വരുന്ന സമയത്ത് അത് കുറെ മാറ്റങ്ങൾ അത് മൂലമുണ്ടായിട്ടുണ്ട്. ഇപ്പൊ MGNREGA എന്ന് പറയുന്ന ഒരു പദ്ധതി നമ്മുടെ നാട്ടിൽ കൊണ്ടുവരുന്നു. സ്വാഭാവികമായിട്ടും കുറെ ആളുകൾക്ക് തൊഴിൽ കിട്ടുന്ന ഒരു സാഹചര്യം സ്വാഭാവികമായിട്ടും വരുന്നതാണ്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് കോൺഷ്യസ്ലി ഡെലിബറേറ്റ്ലി മെയ്ഡ് ബൈ ദ ഗവൺമെന്റ്. ഇതാണ് പ്രധാനമായിട്ടും ഒരു എക്സാമ്പിൾ ആയിട്ട് നിങ്ങളോട് പറയുന്നത്. ഇനി മൾട്ടി കോസൽ, ദാറ്റ് മീൻസ് സോഷ്യൽ ചേഞ്ചസ് മൾട്ടി കോസൽ എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവാം. ഒരു ഫിസിക്കൽ, ബയോളജിക്കൽ, ഡെമോഗ്രഫിക്കൽ, കൾച്ചറൽ, ടെക്നോളജിക്കൽ, മെനി അതർ ഫാക്ടേഴ്സ് ഇന്ററാക്ട് ടു ജനറേറ്റ് ചേഞ്ച്. ദാറ്റ് മീൻസ് ഇതൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ദർ ഇസ് മ്യൂച്വൽ ഇന്റർഡിപെൻഡൻസ് ഓഫ് ദീസ് ഫാക്ടേഴ്സ്. അപ്പൊ അങ്ങനെ ഒരു കാര്യം മൾട്ടി കോസലാണ്. അതേപോലെ തന്നെ സോഷ്യൽ ചേഞ്ചസ് ക്രിയേറ്റ്സ് ചെയിൻ റിയാക്ഷൻ. ഫോർ എക്സാമ്പിൾ, ദ എക്കണോമിക് ഇൻഡിപെൻഡൻസ് ഓഫ് വിമൻ ഹാസ് ബ്രോട്ട് ചേഞ്ചസ് നോട്ട് ഓൺലി ഇൻ ദർ സ്റ്റാറ്റസ് but also series of changes in home, family relationship, marriages. ഇതിലൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് അത് സാധിക്കുന്നു. എഡ്യൂക്കേഷണൽ അഡ്വാൻസ്മെന്റ് ഓഫ് വിമൻ, സ്വാഭാവികമായിട്ടും അത് ഒരുപാട് തരത്തിലുള്ള മാറ്റങ്ങൾ സൊസൈറ്റിയിൽ കൊണ്ടുവരാൻ, കണക്റ്റഡ് ആയിട്ടുള്ള മാറ്റങ്ങൾ, കണക്ഷൻസ് കൊണ്ടുവരാനായിട്ട്, ചെയിൻ കണക്ഷൻസ് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. പത്താമത്തെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പ്രെഡിക്ഷൻ. സോഷ്യൽ ചേഞ്ച് കൊണ്ട് ഉണ്ടാവുന്ന പ്രഡിക്ഷൻസ് അൺസർട്ടൈൻ ആണ്. നമുക്ക് അതെന്താവും എന്നുള്ളത് എന്താ പറയാ നിർവചിക്കാനോ അല്ലെങ്കിൽ പ്രവചിക്കാനോ കഴിയില്ല. അൺസർട്ടൈൻ ആണ് പ്രഡിക്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് സാധാരണഗതിയിൽ നമുക്കറിയാം, പെട്ടെന്നുണ്ടാവുന്ന സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ചേഞ്ച് കൊണ്ടുണ്ടാവുന്ന സോഷ്യൽ ചേഞ്ച് കൊണ്ടുള്ള പ്രഡിക്ഷൻ എന്ന് പറയുന്നത് അൺസർട്ടൈൻ ആണ്. സാധാരണഗതിയിൽ പ്ലാൻഡ് ആയിട്ടുള്ള സോഷ്യൽ ചേഞ്ച് ചിലപ്പോൾ നമ്മുടെ പ്രഡിക്ഷൻ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് കൊണ്ടുവരണം എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. പക്ഷെ അൺപ്ലാൻഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ പ്രഡിക്ഷൻ ഈസ് അൺസർട്ടൈൻ ആണെന്ന്
വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി അടുത്തൊരു സ്ലൈഡ് ടൈപ്സ് ഓഫ് സോഷ്യൽ ചേഞ്ച് ആണ്. ദാറ്റ് മീൻസ് ഓൾട്ടർനേറ്റീവ്, റിഡംപ്റ്റീവ്, റിഫോർമേറ്റീവ് ആൻഡ് റെവല്യൂഷണറി. 4 തരത്തിലുള്ള സോഷ്യൽ ചേഞ്ച് ആണ് പ്രധാനമായിട്ടും വരുന്നത്. നമുക്കറിയാം അത് ഓരോന്നും എന്താണെന്നുള്ളത് പറയാം. ഓൾട്ടർനേറ്റീവ് സോഷ്യൽ ചേഞ്ച് എന്ന് പറയുന്നത് ഇറ്റ് ഓപ്പറേറ്റ്സ് അറ്റ് ദ ഇൻഡിവിജ്വൽ ലെവൽ ആൻഡ് സീക്സ് ടു ചേഞ്ച് മൈനർ ആസ്പെക്ട് ഓഫ് ബിഹേവിയർ. നമുക്കറിയാം നമ്മൾക്ക് ക്യാമ്പയിൻസ് അഗെയിൻസ്റ്റ് ടെക്സ്റ്റിംഗ് ആൻഡ് ഡ്രൈവിംഗ്. ദാറ്റ് മീൻസ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ടെക്സ്റ്റ് ചെയ്യാനോ ഫോൺ വിളിക്കാനോ പാടില്ല എന്നുള്ളത്. ദാറ്റ് മീൻസ് ഒരു സ്മോൾ ചേഞ്ച് ഇൻ ദ ബിഹേവിയർ ഓഫ് ആൻഡ് അഡ്വക്കേറ്റ് ദിസ് ചേഞ്ച് ക്യാൻ സ്മോൾ സ്കെയിലാണ് അത് സംഭവിക്കുന്നത്. ആൾട്ടർനേറ്റീവ് സോഷ്യൽ ചേഞ്ച്. റിഡംപ്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it functions on the individual level but advocate a dramatic change within the individual. സ്മോൾ ചേഞ്ച് ആണ് സ്വാഭാവികമായിട്ടും ഓൾട്ടർനേറ്റീവിൽ നിന്ന് സംഭവിക്കുന്നതെങ്കിൽ റിഡംപ്റ്റീവ് ചേഞ്ചിൽ ഇൻഡിവിജ്വൽ ലെവലിൽ തന്നെയാണ് സോഷ്യൽ ചേഞ്ച് സംഭവിക്കുന്നത്. ഇറ്റ് ഈസ് റിഡംപ്റ്റീവ്. ദാറ്റ് ഈസ് സ്പ്രെഡ് ഓഫ് റിലീജിയൻ ഈസ് എൻ എക്സാമ്പിൾ ഓഫ് റിഡംപ്റ്റീവ് സോഷ്യൽ ചേഞ്ച്. ദാറ്റ് മീൻസ് ആൽക്കഹോളിക് അനോണിമസ് റിക്കവറി പ്രോഗ്രാംസ്, അതും റിഡംപ്റ്റീവ് സോഷ്യൽ ചേഞ്ച് ആണ്. സാധാരണ രീതിയിൽ പേഴ്സണൽ ചേഞ്ച് തന്നെയാണ് ഒരു സ്പെസിഫിക് പോർഷൻ ഓഫ് പോപ്പുലേഷനിൽ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചസ് കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കണം. നെക്സ്റ്റ് ഈസ് റിഫോർമേറ്റീവ് സോഷ്യൽ ചേഞ്ച്. ദാറ്റ് ഈസ് ഒരു സ്പെസിഫിക് ചേഞ്ച് ആണ് ബ്രോഡ് സ്കെയിൽ, കുറച്ചും കൂടി വലിയ ഒരു പോപ്പുലേഷനിൽ ഒരു റിഫോർമേഷൻ കൊണ്ടുവരാനായിട്ട് സ്വാഭാവികമാണ്. സാധാരണഗതിയിൽ ഒരു മൂവ്മെൻറ്റ് ടു ഒബ്റ്റെയിൻ മാരേജ് റൈറ്റ് ഫോർ സെയിം സെക്സ് കപ്പിൾസ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് റിഫോർമേറ്റീവ് സോഷ്യൽ ചേഞ്ച്. ദാറ്റ് മീൻസ് ഒരു സ്പെസിഫിക് സെറ്റ് ഓഫ് ചേഞ്ചസ് അതിനുള്ളിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു, ഒരു വൈഡ് സ്കെയിലിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് റെവല്യൂഷണറി സോഷ്യൽ ചേഞ്ച്. ദാറ്റ് മീൻസ് ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് അവിടെ ലാർജ് സ്കെയിലിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നുള്ളത്. ഒരു സൊസൈറ്റിനെ റീസ്ട്രക്ചർ ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നു. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. അത് ഫോർ എക്സാമ്പിൾ 1957 വന്നിട്ടുള്ള ലാൻഡ് റിഫോം മൂവ്മെന്റുകൾ, അതുപോലെ മറ്റ് സൊസൈറ്റിനെ മൊത്തത്തിൽ അങ്ങനെ റീസ്ട്രക്ചർ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മൂവ്മെന്റ്സ്, അതായത് റെവല്യൂഷണറി സോഷ്യൽ ചേഞ്ച് ഉണ്ടാക്കുന്ന വിപ്ലവകരാത്മകമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിപ്പിക്കുന്ന സോഷ്യൽ ചേഞ്ച്. ദീസ് ആർ ദ ടൈപ്സ് ഓഫ് സോഷ്യൽ ചേഞ്ച്. ആൻഡ് മെയിൻ ഫാക്ടേഴ്സ് ഓഫ് സോഷ്യൽ ചേഞ്ച് പറയുമ്പോൾ പ്രധാനമായിട്ടും ഡെമോഗ്രാഫിക് ഫാക്ടേഴ്സ്, ബയോളജിക്കൽ ഫാക്ടേഴ്സ്, കൾച്ചറൽ ഫാക്ടേഴ്സ്, ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ്, എൻവയറമെന്റൽ ഫാക്ടേഴ്സ്, സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ആൻഡ് അതർ ഫാക്ടേഴ്സ്. ഡെമോഗ്രാഫിക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഇതൊന്നും ഞാൻ പറയുന്നില്ല, ഒരു ഫിസിക്കൽ പൊട്ടൻഷ്യാലിറ്റീസ്, മെന്റൽ എബിലിറ്റീസ്, ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു സക്സസീവ് ജനറേഷനിൽ ഉണ്ടാക്കുന്ന മാറ്റം, സ്വാഭാവികമായിട്ടും കൾച്ചറിൽ ഉണ്ടാക്കുന്ന മാറ്റം, ഒരു സൈസ്, സ്ട്രക്ചർ, ഡെവലപ്മെന്റ്, ഡെമോഗ്രഫി, അതായത് ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ ഭാഗമാണ് ശരിക്കും പറഞ്ഞത്. ദാറ്റ് മീൻസ് പീപ്പിൾ ആൻഡ് സയന്റിഫിക് സ്റ്റഡി ഓഫ് ഹ്യൂമൻ പോപ്പുലേഷൻ, അതിനെക്കുറിച്ചാണ് ഡെമോഗ്രഫി എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും അതും ഒരു പരിധി വരെ സോഷ്യൽ ചേഞ്ച് ഉണ്ടാക്കാം. നെക്സ്റ്റ് ഇസ് ബയോളജിക്കൽ ഫാക്ടേഴ്സ്. ഇതൊന്നും നമ്മൾ പറയണില്ല. ദാറ്റ് മീൻസ് ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹ്യൂമൻ ബീങ്സ്, അതുവഴി സാധാരണഗതിയിൽ മാറ്റങ്ങൾ സ്വാഭാവികമായിട്ട് ഉണ്ടാവാം. റാപ്പിഡ് പോപ്പുലേഷൻ ഗ്രോത്ത്, സാധാരണഗതിയിൽ നമ്മളുടെ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന പോവർട്ടി, ഫുഡ് ഷോർട്ടേജ് ഒക്കെ ഉണ്ടാക്കുന്ന സാധാരണഗതിയിൽ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ മൾട്ടിപ്പിൾ ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാക്കുന്നതാണ്. ഇപ്പോൾ അർബനൈസേഷൻ, എൻ്റെ ഭാഗമായിട്ട് മൈഗ്രേഷന്റെ ഭാഗമായിട്ട് അർബനൈസേഷൻ സംഭവിക്കുന്നു, സ്ലം ഡെവലപ്മെന്റ് ഉണ്ടാവുന്നു, അത് ഹെൽത്തിനെ ബാധിക്കുന്നു, ലൈഫ് സ്റ്റൈലിനെ ബാധിക്കുന്നു, സാധാരണഗതിയിൽ ക്വാളിറ്റി ഓഫ് ഹ്യൂമൻ ബീങ്സിനെ വരെ ബാധിക്കുന്നു എന്നുള്ളതാണ്. സോഷ്യൽ ചേഞ്ച് എന്ന് പറയുന്നത് അതിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ബാധിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ആൻഡ് കൾച്ചറൽ ഫാക്ടേഴ്സ്, ദാറ്റ് ഈസ് cultural factors denotes especially ഒരു